മലയാളി ഫ്രം ഇന്ത്യ, ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആന്റണി. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമ, അതായത് ജനഗണമന സിനിമയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ രാഷ്ട്രീയക്കാരെയും മത തീവ്രവാദികളെയും മതസ്നേഹത്തെയും രാജ്യസ്നേഹത്തെയും ഇതെല്ലാം എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്നും തീവ്രവാദിത്വത്തെയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയിലും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം മത തീവ്രവാദികൾക്ക്, അതിപ്പം മുസ്ലിം വിശ്വാസത്തിലുള്ളതാണെങ്കിലും ശരി, ഹിന്ദു വിശ്വാസത്തിലുള്ളതാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള മത തീവ്രവാദങ്ങൾ മനസ്സിൽ വെക്കുന്നവർക്ക് ഇതൊരു സിനിമ അത്ര അരോചകമായി തന്നെ തോന്നുകയും ചെയ്യും. കാരണം ഈ ഹിന്ദു മതവിശ്വാസത്തിലാണെങ്കിലും ശരി, മുസ്ലിം മതവിശ്വാസത്തിലാണെങ്കിലും ശരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് തീവ്രവാദ മനോഭാവങ്ങളും, മുസ്ലിം വിഭാഗത്തിലെ 13-14 വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നതും, അവരെങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് മതം കുത്തിവെച്ച് അവരെങ്ങനെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടാൻ ശ്രമിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സിനിമയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടു വളരുന്ന ചെറിയ ചെറിയ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി ഹിന്ദു മതത്തെ അടിച്ചു താത്തുകൊണ്ട് ഒരു കമന്റ് ഇടുന്നു, അതിന്റെ താഴെ ഒന്ന് ഒരുപാട് ആൾക്കാർ റിപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഒരു ഹാസ്യ രൂപേണ ജനങ്ങളുടെ ഇടയിലേക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് അദ്ദേഹം ഈ ഒരു സിനിമയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്കൊരു ലാഗ് ഫീൽ ചെയ്തു. എന്നിരുന്നാലും ഈ ഒരു സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. കാരണം ഈ സിനിമയുടെ കഥ ഫുള്ള് കിടക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് നമ്മളെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ഈ പറഞ്ഞ ഇമോഷണൽ സീൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതെല്ലാം കുത്തിക്കയറ്റി ഇതൊരു സെന്റിമെന്റൽ രീതിയിൽ വന്ന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് സിനിമ അങ്ങ് അവസാനിപ്പിച്ചു. എടുത്തു പറയേണ്ട കാര്യം, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, പിന്നെ ഒരു സായിബായിട്ട് പാകിസ്ഥാനിയായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ നിവിന്റെ കൂടെ ഈ പറയുന്ന ധ്യാൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നിവിന്റെ കൂടെ ഈ പറയുന്ന സായിബ് ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് സായിബിൽ നിന്ന് തന്നെ തുടങ്ങാം. സായിബെ, നിങ്ങൾ പൊളിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയാമല്ലോ, ആ ഒരു വലിയ ഒരു 6-6 അടി 7 അടി ഹൈറ്റും ആ ഒരു സൈസും ഉണ്ടല്ലോ, ആ ഒരു സൈസിലൂടെ ഒരു മനുഷ്യന്റെ വികാരങ്ങൾ, അതായത് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വികാരങ്ങൾ, ഒരു മക്കളുള്ള വ്യക്തികളുടെ വികാരങ്ങൾ, അതെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, അദ്ദേഹത്തിന്റെ അഭിനയത്തിലൂടെ കാണുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം കുറച്ചധികം വ്യക്തികൾ ഇതിന് സെന്റിമെന്റൽ ചെറിയൊരു സീൻ വന്നപ്പോഴത്തേക്ക് കരയുന്നതൊക്കെ കണ്ട്, ചിലപ്പോൾ അത് ആൾക്കാരോട്ട് കൺവേ ആയതുകൊണ്ടായിരിക്കും അവർ കരയുന്നത്. പിന്നെ ഒരുപാട് കോമഡി രംഗങ്ങൾ വർക്കൗട്ട് ആയിട്ടുമുണ്ട്, വർക്കൗട്ട് ആവാത്തതുകൊണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു 80% എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. കാരണം ചില സീൻസൊക്കെ എനിക്ക് മുമ്പ് സിനിമകളിൽ കണ്ടതായിട്ടൊക്കെ ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടവർക്ക് ചിലർക്ക് ഏതെങ്കിലുമൊക്കെ സിനിമയായിട്ട് താരതമ്യപ്പെടുത്താനും സാധ്യത കൂടുതലാണ്. ധ്യാൻ ശ്രീനിവാസന്റെ നിവിനും തമ്മിലുള്ള ഒരു കോംബോ, കാരണം ചേട്ടാ അനിയൻ കോംബോ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരേ അച്ചിൽ വാർത്ത ഒരേ രൂപങ്ങൾ. കാരണം ഇവർ രണ്ടുപേരും കൂടെ വന്നങ്ങോട്ട് സ്ക്രീനിലോട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ആ സ്ക്രീൻ പ്രസൻസ് ചുറ്റുമുള്ള ഒന്നും കാണാൻ സാധിക്കത്തില്ല. കാരണം ഇവരുടെ മുഖവും ഇവരുടെ വയറും ഇവരുടെ ശരീരം മാത്രമായിരിക്കും ഈ ഒരു മൾട്ടിപ്ലക്സിൽ വന്നങ്ങ് നിൽക്കുന്നത്. പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എത്തി നോക്കണം ആ ഒരു അവസ്ഥയിലേക്ക്. അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ശരീരം മാത്രമല്ല, അവരുടെ അഭിനയവും രണ്ടുപേരും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ആദ്യ പകുതി ഇവർ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് നാടിനും വീടിനും വേണ്ടാത്ത ചെറുപ്പക്കാർ. അത് തന്നെ, ഈ നാടിനും വീടിനും വേണ്ടാത്ത ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഏകദേശം മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പേര് നിവിനും ധ്യാനും തന്നെ ആയിരിക്കും. അത് അവരുടെ സ്വഭാവം കൊണ്ടല്ല, അവർ സെലക്ട് ചെയ്യുന്ന സിനിമയിൽ ഇത്തരത്തിലുള്ള ടേസ്റ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള ടേസ്റ്റുകളുള്ള സിനിമകളിലാണ് അവർ കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. നമ്മൾ അവരെ കണ്ടു വളർന്നതും അങ്ങനെയുള്ള സിനിമകളിലൂടെ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കഥ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ധ്യാനും നിവിനും തന്നെ ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിവിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന റോള് അത് വെടിപ്പായിട്ട് ചെയ്യും. അതിപ്പം കോമഡി ആണെങ്കിലും ശരി, ഇടിയാണെങ്കിലും ശരി, കലിപ്പാണെങ്കിലും ശരി, റൊമാൻറ്റിക് ആണെങ്കിലും ശരി, അണ്ണനെ വെല്ലാൻ വേറെ ആരുമില്ല. ഇതിനകത്ത് അനശ്വരയായിരുന്നു നായികയായിട്ട് വന്നത്. ഞാനപ്പോൾ ആലോചിച്ച്, അയ്യോ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും കുഞ്ഞൊരു നായികയാണോ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന്, ഇത് എങ്ങനെ നമ്മളിലേക്ക് കൺവേ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കൺവിൻസ് ആയി. കാരണം ഇതിനകത്ത് ഇവർ തമ്മിലുള്ളൊരു വലിയ റൊമാൻസ് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു കാര്യം എനിക്കത് നല്ലപോലെ കൺവിൻസ് ആയി. ഞാനത് ചെറിയ ഒരു ഭാഗം നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ വരുന്നുണ്ട്, ഒരു കളക്ടറുടെ വേഷമായിട്ട്. അദ്ദേഹം വേഷം കൃത്യമായിട്ട് ചെയ്തു തീർത്തു. ഏതാണ്ട് ഒരു 5 മിനിറ്റ് അടുപ്പിച്ചുള്ള ആ ഒരു വേഷം വരുന്നത്, ആ കിട്ടിയ വേഷം കൃത്യമായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. പിന്നെ ഈ കുടുംബ സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെയുള്ള അമ്മപ്പാസം, പ്രണയം, അയൽക്കാരനെ പാസം, നാടിനെ സ്നേഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കഥയാണ് അത്. ഇതിന്റെ ടെയിൽ ടു ഹെഡ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമാണ്. ഒരു നാടിനും വീടിനും വേണ്ട നടന്നു നിൽക്കാൻ ഒരു നിമിഷത്തിൽ വിദേശ രാജ്യത്തേക്ക് പോകേണ്ടി വരുന്നു. സംഭവം അത്ര തന്നെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് തന്നെ. അതിനകത്ത് കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങളും രാജ്യസ്നേഹങ്ങളും കുറച്ച് കോമഡിയും കുറച്ച് സെന്റിമെന്റലും കുറച്ച് അമ്മപ്പാസവും അതിന്റെ അറ്റത്ത് വലിയൊരു മെസ്സേജും ഒക്കെ ആയിട്ട് ഇതങ്ങ് ഒന്നിപ്പിച്ച് ഈ വലുതാക്കിയതിനകത്ത് അരോചകമായിട്ടൊന്നുമില്ല.
കാരണം കയ്യടി കിട്ടേണ്ട സ്ഥലങ്ങളിൽ തിയേറ്ററിനകത്തുനിന്ന് കയ്യടി കിട്ടുന്നുണ്ട്. നിവിന്റെ ഒക്കെ ഇൻട്രോ കാണിച്ചപ്പോൾ ഉണ്ടല്ലോ, നിവിൻ അങ്ങ് സത്യം പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടനാണ്. ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തോളിലോട്ടെടുത്ത് അങ്ങ് വെക്കുക ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ. അത് പിന്നെ അത് തന്നെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് തന്നെ അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു കോമഡി അല്ലെങ്കിൽ ഹാസ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്ത് ഇനിഷ്യലി ഇങ്ങനെ തുടങ്ങി വന്ന് ഇതിന്റെ ടെയിലേക്ക് വരുമ്പോഴത്തേക്കിന് ഈ ഒരു കോമഡിയും ഉണ്ട് അദ്ദേഹത്തിന്റെ. പക്ഷേ മാനസികമായ ഒരുപാട് കടന്നു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആ ഒരു ക്യാരക്ടർ വിടാതെ തന്നെ പിടിച്ച് അവസാനം വരെ കൊണ്ടുവരാൻ നിവിന് പറ്റിയിട്ടുണ്ട്.